ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന എല്ലാം ഓൺലൈനാണ്. ഒരു ദിവസം പോലും ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലാണ് ഇന്ന് മനുഷ്യരാശി എത്തി നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്റർനെറ്റിനെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചും ഒക്കെ പഠിക്കേണ്ടത് ഏതൊരു മനുഷ്യനും ക്രൂഷ്യലാണ്. അപ്പോൾ ഇന്റർനെറ്റിനെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്റർനെറ്റിനെ താങ്ങി നിർത്തുന്നത് തന്നെ ബാക്ക് എൻഡ് ടെക്നോളജി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ബാക്ക് എൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഹൈ ഡിമാൻഡും ഉള്ളതാണ്. ബാക്ക് എൻഡ് ടെക്നോളജീസ് വളരെ പെട്ടെന്ന് തന്നെ ഇവോൾവ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് ടൂൾസിനെയും ടെക്നോളജീസിനെയും ഒക്കെ കുറിച്ച് അറിയേണ്ടത് അനിവാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റോഡ് മാപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് അതിൻ്റെ എല്ലാ ടോപ്പിക്സും ഫ്രം ദ ബേസിക് കോൺസെപ്റ്റ് ടു ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് തിങ്സ് ലൈക്ക് API, ക്ലൗഡ് സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവയെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ ടെക്നോളജിയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ടെക്നോളജി മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഈ വീഡിയോ മിസ് ചെയ്യരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് ആരാണ്, ബാക്ക് എൻഡ് ഡെവലപ്പർ ആവാനുള്ള കംപ്ലീറ്റ് റോഡ് മാപ്പ്, ഏതൊക്കെ കമ്പനി ഹയർ ചെയ്യുന്നുണ്ട്, എത്ര സാലറി കിട്ടുമെന്നുള്ള കാര്യങ്ങളാണ്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോയാണ് പോസ്റ്റ് ചെയ്യുന്നത്. എഡ്യൂർ ലേണിംഗിന്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് അപ്സ്കിൽ ചെയ്ത് ടെക്നോളജി മേഖലയിൽ ജോബ് നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ദി വീഡിയോ. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് എന്ന് നോക്കാം. നമ്മളൊരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബട്ടൺസും അതിൻ്റെ ഇമേജസും അതിൻ്റെ ഡിസൈൻ പാർട്ടൊക്കെ മാത്രമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷനിലോ ആ വെബ്സൈറ്റിലോ എവിടെയെങ്കിലും ഇന്ററാക്ട് ചെയ്യുമ്പോൾ ബാക്കിൽ ഒരുപാട് കോഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ലൈവായി പോകത്തുള്ളൂ അല്ലെ. അത്തരത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിന്റെ സെർവർ സൈഡ് മാനേജ് ചെയ്യുന്നതും ഡേറ്റാബേസ് മാനേജ് ചെയ്യുന്നതും അതിന്റെ ആ വെബ്സൈറ്റിന്റെ ലോജിക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെയാണ്. ഇങ്ങനെ ഒരു വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ ആപ്ലിക്കേഷന്റെ ലോജിക്കും ഡേറ്റാബേസും സെർവർ സൈഡൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയും. 2024 ഇനി വരുന്ന 10-15 വർഷത്തേക്കും ഏതൊരു വ്യക്തിക്ക് നേടാൻ പറ്റുന്ന ഹൈലി പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള നല്ല ഗ്രോത്ത് വരാൻ പറ്റുന്ന ഒരു മേഖലയാണ് ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പല കമ്പനീസും സ്കിൽഡ് ആയിട്ടുള്ള ഫ്രഷേഴ്സ് ആയിട്ടുള്ള ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിന് 50,000 മുതൽ 1 lakh rupees വരെ പേ ചെയ്യാൻ വില്ലിംഗ് ആണ്. സോ അതാണ് ബാക്ക് എൻഡ് ഡെവലപ്മെന്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. സോ നിങ്ങളൊരു ഡെവലപ്പർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ മിസ് ചെയ്യരുത്. സോ നമ്മൾ ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് എന്നൊന്നും അടിച്ചു. ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞു. ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് APIസിലൂടെയും ഡേറ്റാബേസിലൂടെയൊക്കെ ഫ്രണ്ട് എൻഡ് ആയിട്ടുള്ള സ്മൂത്ത് ഡേറ്റ കണക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇവർക്ക് ഇതിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട സ്കിൽ എന്ന് പറയുന്നത് Node.js, Python, PHP, Java, .NET എന്നിവയൊക്കെയാണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർ ആവാന്നുള്ളതാണ്. ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർ ആകാൻ അറിഞ്ഞിരിക്കേണ്ട ഏതൊരു വ്യക്തിയും ഫ്രണ്ട് എൻഡിനെ കുറിച്ചും കൂടെ അറിഞ്ഞിരിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് HTML അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. HTML ഒരു വെബ് പേജിന്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള എലമെന്റ്സ് എല്ലാം HTML അവൈലബിൾ ആണ്. ദെൻ CSS അല്ലെങ്കിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് നമ്മളൊരു വെബ്സൈറ്റ് സ്ട്രക്ചർ ചെയ്ത വെബ്സൈറ്റിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ് ഒരു വെബ്സൈറ്റിനെ ഡൈനാമിക് ആൻഡ് ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റും കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്ക് എൻഡ് ഡെവലപ്മെന്റിനായിട്ട് ഡയറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് വെബ് പേജിനെ കുറിച്ചും സെർവേഴ്സിനെ കുറിച്ചൊക്കെയാണ്. ഒരു യൂസറിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഒരു വെബ് പേജ് ഷോ ചെയ്യുക എന്നുള്ളതാണ് വെബ് സെർവറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. രണ്ടാമത്തെ അറിഞ്ഞിരിക്കേണ്ടത് ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുകയാണ്. ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ Node.js, Python, Java, JavaScript, Ruby on Rails അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ചൂസ് ചെയ്യാം. ഇന്നത്തെ കറന്റ് സാഹചര്യത്തിൽ മോസ്റ്റ് പോപ്പുലറും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് Python ഉം JavaScript ആണ്. സോ അതാണ് എനിക്കും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് Python ഓർ JavaScript നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്കും പൈതണിലും ജാവാസ്ക്രിപ്റ്റിലൂടെയൊക്കെ ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് ലൈവ് പ്രൊജക്ട്സിലൂടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 9746221123. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് പഠിക്കുന്ന ഡേറ്റാബേസ് ആണ്. ഡേറ്റാബേസ് ഏതോ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് അല്ലെങ്കിൽ SQL അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആയ MongoDB പഠിക്കാം. ഇതല്ലെങ്കിൽ ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ആയ AWS, Azure, ഗൂഗിൾ ക്ലൗഡ് പ്രൊവൈഡർ, GCP എന്നിവയിലേക്കുള്ള നോളജ് ബെറ്റർ ആയിരിക്കും. ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്രൊജക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഒരിക്കലും തിയററ്റിക്കൽ നോളജ് വെച്ചിട്ട് ഒരിക്കലും ജോബ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനായിട്ട് നിങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് നമ്മൾ ചെയ്ത് തുടങ്ങി നമുക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് ബിൽഡ് ആവും. അത് നമ്മളെ ഇന്റർവ്യൂ
ടൈമിലും ഇന്റർവ്യൂ സമയത്തും അത് പ്രതിഫലിക്കും. സോ പ്രാക്ടിക്കലായിട്ട് ചെയ്യുക. പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങളിന്ന് കാണുന്ന ഏതെങ്കിലും ഒരു ആപ്പിന്റെ ക്ലോൺ ഡെവലപ്പ് ചെയ്ത് പഠിക്കുക. അതിനായിട്ട് ഫേസ്ബുക്ക് ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, ആമസോൺ ഉണ്ട്, ഊബർ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രൊജക്ട് ഹാൻഡ്സ് ഓണോട് ഒരു മെന്ററിന് സപ്പോർട്ട് കൂടി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് 94462123. ഇനി നമുക്ക് കരിയർ സ്കോപ്പ് നോക്കാം. കരിയർ സ്കോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ജൂനിയർ ഡെവലപ്പർ ആയിട്ടായിരിക്കും കയറുന്നത്. ജൂനിയർ ഡെവലപ്പർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അറിയേണ്ടത് ഡേറ്റാബേസിനെ കുറിച്ചും API കുറിച്ചും പ്രോഗ്രാമിംഗ് ലോജിക്കും ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സ്കിൽസ് ആണ്. അങ്ങനെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നിങ്ങൾ സീനിയർ ബാക്ക് എൻഡ് ഡെവലപ്പർ ആവും. ആ സാഹചര്യം നിങ്ങൾക്ക് വേണ്ടത് ആർക്കിടെക്ചറിനെ കുറിച്ചും സിസ്റ്റം ഡിസൈനിനെ കുറിച്ചും പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും ടീം മാനേജർ സ്കിൽസൊക്കെയാണ് ആ സാഹചര്യം നിങ്ങൾക്ക് വേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഡ് ഡെവലപ്പർ എന്ന പോസ്റ്റാണ് മിക്ക കമ്പനികളിലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിന് ഓൾമോസ്റ്റ് ഒരു 7 to 12 years എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് നോർമലി ഈ ഒരു കരിയർ പോസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ട് മാനേജ്മെന്റ് സ്കിൽ, ടീം മാനേജ്മെന്റ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഡിസിഷൻസ് മേക്കിംഗ് സ്കില്ലൊക്കെ ആയിരിക്കും. ഇത്രയും കഴിഞ്ഞാൽ 12 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഡയറക്ടർ റോളോ കൺസൾട്ടന്റ് റോളോ ഒക്കെ ആയിരിക്കും നോർമൽ കമ്പനീസിൽ കണ്ടുവരുന്നത്. നിങ്ങൾക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ജൂനിയർ ഡെവലപ്പറായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 2 to 5 lakhs ആണ്. അതിന് സീനിയർ ഡെവലപ്പർ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 lakh to 12 lakhs 13 lakhs എക്സ്പെക്ട് ചെയ്യാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ലീഡ് ഡെവലപ്പർ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 15 lakhs to 35 lakh ആണ് എക്സ്പെക്ട് ചെയ്യുക. ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 40 lakhs to 90 lakhs ആണ് നോർമൽ ആവറേജ് ഇന്ത്യയിൽ കണ്ടുവരുന്ന സാലറി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സാലറി എന്ന് പറയുന്നത്. ഒരുപാട് വേക്കൻസീസും കറന്റ് അവൈലബിൾ ആണ്. സോ നമ്മൾ ഇതിൽ എന്തൊക്കെ നോക്കി, നമ്മൾ ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് ആവാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അതിന് എന്താണ് കരിയർ സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കാം. നമുക്ക് ഫ്യൂച്ചർ സ്കോപ്പ് മനസ്സിലാക്കാം. ടെക്നോളജിയിൽ ഓരോ ദിവസം കഴിയുന്തോറും മനുഷ്യന്റെ ഡിപ്പെൻഡൻസി കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിന്റെ സ്കോപ്പും ദിനംപ്രതി വളർന്നു വരുന്നതായിട്ട് കാണാം. ഒരു സ്റ്റഡി നടത്തിയപ്പോൾ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ലോകത്തിലെ 18% കമ്പനീസ് മാത്രമേ ഇപ്പോഴും എൻ്റയർ ടെക്നോളജിയിലോട്ട് മാറിയിട്ടുള്ളൂ, അല്ലെങ്കിൽ അവരുടെ പ്രോസസ് ടെക്നോളജിക്കലി റിലവൻ്റ് ആക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഭാവി കാലത്ത് ഒരു കമ്പനിക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോസസ്സുകൾ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റംസ് എല്ലാം ടെക്നോളജി ഡ്രിവൺ ആക്കണം. അങ്ങനൊരു സാഹചര്യത്തിൽ ഒരുപാട് കമ്പനീസ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനുള്ള ചെറുതും വലുതുമായിട്ട് ഒരുപാട് കമ്പനീസ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിനും ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിനും ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സിനും ഒക്കെ വളരെ വലിയ സ്കോപ്പാണ് കണ്ടുവരുന്നത്. പക്ഷേ കാലാകാലങ്ങളായിട്ട് ബാക്ക് എൻഡ് ടെക്നോളജീസ് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ആ ചേഞ്ചസിനനുസരിച്ചിട്ട് നമ്മൾ പഠിക്കുക, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ വരുന്ന ലേറ്റസ്റ്റ് ട്രെൻഡിനെ കുറിച്ച് അപ് ടു ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കണം. എഡ്യൂർ ടൈപ്പായിട്ടുള്ള എല്ലാ കമ്പനിയിൽ നിന്നും 6 മാസം മുതൽ 8 മാസം വരെ നമ്മൾ അവരുടെ റിക്വയർമെന്റ് അനലൈസ് ചെയ്ത് നമ്മൾ സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ എനിക്ക് ഗ്യാരണ്ടിയോടെ പറയാൻ പറ്റും, ഇവിടെയുള്ള എല്ലാ പ്രോഗ്രാംസിന്റെയും സിലബസ് ഇൻഡസ്ട്രി റിലവൻ്റ് ആണ്, ഇൻഡസ്ട്രി അപ്ഡേറ്റ് ആണ്, റിയൽ ടൈം ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമത്തിനെ കുറിച്ച് അറിയണം, അതിലേതെങ്കിലും ഇന്റേൺഷിപ്പോടെ ഹാൻഡ്സ് ഓൺ പ്രൊജക്റ്റോടുകൂടി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്കില്ലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 97462123. ഈ വീഡിയോ വളരെ ഇൻഫർമേറ്റീവ് എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.